ജയ്ഹിന്ദിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാദിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നും സ്വാദ് വൈവിധ്യമാർന്ന രുചി തേടി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഇന്റർനാഷണൽ ഹോട്ടൽ ചെയിനായ കീസിന് മുന്നിലാണ്. കീസിന്റെ അകത്തെ സൗകര്യങ്ങളും അതുപോലെ തന്നെ വളരെ വളരെ രുചികരമായും രസകരവും വൈവിധ്യവും റയറുമായ കുറച്ച് വിഭവങ്ങളും നിങ്ങളെ ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം നമുക്ക് കീസിന്റെ ഇന്റീരിയേഴ്സിലേക്ക് കടക്കാം. കം വിത്ത് മീ. അങ്ങനെ പ്രൗഢഗംഭീരമായ കീസ് ഹോട്ടലിലെ പാചകത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് നല്ല കാഴ്ചകളും സൗകര്യങ്ങളും എല്ലാം കീസ് ഹോട്ടലിലെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ എന്നോടൊപ്പം കീസ് ഹോട്ടലിലെ ഹെഡ് ഷെഫ് ഉണ്ട്. വെൽക്കം ടു ദ ഷോ മിസ്റ്റർ ഭാസ്കർ. So viewers are there to experience your delicious and fantastic cooking. Okay. So today ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു ഡിഷാണ്, ഒരു റെസിപ്പിയാണ്. ഇതൊരു പാഴ്സി റെസിപ്പിയാണ്. പാഴ്സിക്കാരുടെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഭാസ്കർ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പാഴ്സി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എളുപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് മിസ്റ്റർ രത്തൻ ടാറ്റ ആൻഡ് ഓൾ ബിലോങ്സ് ടു പാഴ്സി ഗ്രൂപ്പ്. They belong to that community. That community, Parsi. അപ്പം അവര് ഉപയോഗിക്കുന്ന ഒരു ഡിഷ്, അതിന്റെ പേര്, what's the name of that dish? Today we are going to make patrani machi. Patrani machi. Yeah. Machi is fish. Patrani is like saying something, a queen fish. Which language does this belong to? Patrani. Patrani Hindi? is like it is from the Parsi word. Parsi word. അപ്പോൾ ഇന്ന് ഒരു പാഴ്സി ഡിഷായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതും കീസ് ഹോട്ടലിലെ ഹെഡ് ഷെഫിന്റെ അടുത്ത് നിന്നായിരിക്കും. അപ്പോൾ അതിന്റെ അളവുകളും അതിന്റെ ക്വാളിറ്റിയും എല്ലാം വളരെ പ്രിസൈസ് ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഭാസ്കർ, വി ക്യാൻ ജസ്റ്റ് ഡീറ്റെയിൽ ദ ഇൻഗ്രീഡിയൻസ്, വാട്ട് ഓൾ ഇൻഗ്രീഡിയൻസ് വിച്ച് വി ആർ ഗോയിങ് ടു യൂസ് ഇൻ ദിസ് ഡിഷ്. പാത്രാണി മച്ചി. ഇതിന്റെ ഡിഷിന്റെ പേര് പാത്രാണി മച്ചി എന്നാണ് കേട്ടോ. നെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഭാസ്കർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്കൂടെ എൻ്റെ പീസ് എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ അതിനെ കട്ട് ചെയ്തെടുക്കണം. എൻ്റെ നടുക്ക് വിജാഗിരി പോലെ ഹിഞ്ച് പോലെ ഫോം ചെയ്ത് അതിനെ, കാര്യം ഇതിൻ്റെ അകത്ത് ഐ തിങ്ക് സം ഫില്ലിംഗ് വിൽ ബി ദേർ. When you will fill it with the coconut chutney. Yeah, the marination. അപ്പോൾ ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഇതിൽ മഞ്ഞൾപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, ദെൻ വിനാഗർ and little pepper കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ച് മാരിനേറ്റ് ചെയ്ത് 8 മണിക്കൂർ വെച്ചേക്കുകയാണ്. അപ്പോൾ മീനിന്റെ കഥ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ പത്രാണി മച്ചിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് ഭാസ്കർ ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പത്രാണി മച്ചിക്ക് വേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ. അതിൽ കുറേ നല്ല പച്ചപ്പുണ്ട്. സോ മച്ച് ഗ്രീനറി ഇസ് ദർ. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട്. വിനാഗിരി എടുത്തിട്ടുണ്ട്, കൊത്തമല്ലി എടുത്തിട്ടുണ്ട്, ജീരകം, ഉപ്പ്, മുളക് പൊടി, തേങ്ങ ചിരുകിയത്, പച്ചമുളക്, മല്ലിയില, വെളുത്തുള്ളി, പഞ്ചസാര. പിന്നെ ഇലകളുടെ കാര്യം പറഞ്ഞാൽ വളരെ രസകരമായ കുറേ ഇലയുണ്ട്. സ്പിനാച്ച് എടുത്തിട്ടുണ്ട്, പാലക്ക, പിന്നെ നമ്മുടെ ഇത് ദിൽ ലീവ്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ മലയാളത്തിൽ ഇതിൻ്റെ പേര് ഞാൻ വിക്കിപീഡിയയിലൊക്കെ നോക്കി തപ്പിയെടുത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതിൻ്റെ പേര് ശതകുപ്പ എന്നാണ്. അപ്പോൾ ചിലവർക്കൊക്കെ അറിയായിരിക്കും ഇതിൻ്റെ പർപ്പസും ഇതിൻ്റെ യൂസും ഒക്കെ. പിന്നെ ഭാസ്കർ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് ഇത് പിന്നെ ഉലുവയുടെ ഇലയാണ് കേട്ടോ, ഉലുവ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് പാത്രാണി മച്ചിക്ക് വേണ്ടി വേണ്ടത്. അപ്പം തുടക്കത്തിൽ തന്നെ ഭാസ്കർ നമ്മുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സിയർ ഫിഷ്, നെമ്മീനാണ്. അത് മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ് ഇവ ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 8 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഭാസ്കർ വാസ് ടെല്ലിംഗ് ദാറ്റ് ഇഫ് യു ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ 8 hours the flavor which we will getting will be much more. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാനും ഇതിന്റെ പുറത്ത് തേക്കാനുമുള്ള ചട്നിയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ചട്നി, ഹൗ ടു മേക്ക് ദാറ്റ് ചട്നി? What we'll do is we'll take the coriander, fresh coriander. Either you can chop it or you can put it whole as if you are grinding. Okay. So it will not be a problem that you have to cut things and do. ഭാസ്കർ ഒരു പുതിയ വേ ഓഫ് കുക്കിങ്ങിന് ഇപ്പോൾ ഒരു ട്രെൻഡി വേ ഓഫ് കുക്കിംഗ്, അതായത് ഫ്രീ സ്റ്റൈൽ കുക്കിംഗ്. അതായത് ഒന്നും ചോപ്പ് ചെയ്യാനോ നിൽക്കത്തില്ല, അല്ല അതേപോലെ ക്രഷ് ചെയ്തങ്ങ് ഇടും അല്ലേ? യു ആർ ടെല്ലിംഗ് ദാറ്റ് that's a new hottest trend. No, like when you are using the whole ingredients, the wholeness should come into the dish. Okay. You cut and trim, then you will do some cleaning and this thing. Cleaning is every time important. You should clean the vegetables,
but as if you are using those, the wholeness should come into the dish. Mostly we will remove the skin, seeds and everything. Yeah, yeah. Nah. But here in Like the new... when, like people in olden days, when or our mom cooks in home, she will not remove the skin of the tomato, or she will not remove the seeds of the tomato. She uses the whole tomato, So we and will you will get the whole flavor of the tomato. So the same thing we are following here. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് പറയാം. കുറച്ച് വിനാഗിരി എടുത്തു, പിന്നെ ഹാഫ് ടേബിൾ സ്പൂൺ മല്ലി, കൊത്തമല്ലി, ജീരകം, ഉപ്പ്, നമ്മുടെ എന്താ പറയുന്നത് മുളക് പൊടി, പിന്നെ ഒരു തേങ്ങ ചിരുകിയതാണ് വേണ്ടത്. ഇത് നേരത്തെ കണ്ട പീസ് പോലത്തെ 2 പീസ് നെമ്മീന് വേണ്ടി 1 തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി, അത് തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ, അതിനെ കൈ വെച്ച് തന്നെ ഒന്ന് ഞെരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിൻ്റെ കാരണമൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞു തന്നു. അതായത് ഈ നമ്മൾ കോക്കനട്ടൊക്കെ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്നും കുറച്ച് മധുരമൊക്കെ പുറത്തു വരും. അപ്പോൾ ഇതിനെയും ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഈ ഷുഗർ യൂസ് ചെയ്യുന്നത്. അതായത് ഗാർലിക്കിൻ്റെയും ഗ്രീൻ ചില്ലിയുടെ എല്ലാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, നമ്മൾ റെഡ് ചില്ലി പൗഡർ വളരെ കുറച്ചേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ചില്ലിയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇനി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കോക്കനട്ട് ചട്നി. ഇതായിരിക്കും നമ്മുടെ ഈ പാത്രാണി മച്ചിയിൽ ഉപയോഗിക്കുന്ന മീനിന്റെ പുറത്ത് തേച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ now we can grind it into a fine paste or a thick paste. It will be thick and fine. അപ്പോൾ ഒരു thick fine paste ആയിരിക്കും ഉണ്ടാക്കുന്നത്. It won't be much watery, na? It will be thick enough. It should be. One more thing you have to remember is when you are grinding this thing, avoid using water. Avoid using water. Okay. Already we will be having the water from the coconut. No. Water makes it too what do you call diluted. Too like dilute. pouring consistency. Okay. You should the chutney should wrap to the fish. Okay, it should stick onto the fish. Stick onto the fish. So better use a coconut oil. If you are used to coconut oil, you can use coconut oil. Never use water. No. Never use water. Okay. When you are putting oil, don't use water along with the oil. Okay. So you make the chutney with either refined vegetable oil or coconut. Is oil needed for that? Yeah, just for paste. Just for making it a paste. When you are grinding it, when you are especially coconut, when you are grinding it, it will not rotate properly. So for that lubrication, you will put little oil. അങ്ങനെ നേരത്തെ ഭാസ്കർ പറഞ്ഞ കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. പ്രത്യേക ഒരു കാര്യം ഭാസ്കർ പറഞ്ഞായിരുന്നു, ഒട്ടും വെള്ളം യൂസ് ചെയ്യരുത്. എങ്ങാനും അത് കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. സോ ഭാസ്കർ, ചട്നി ഈസ് റെഡി. വാട്ട് നെക്സ്റ്റ്? Now we will wrap it into a banana leaf. വാഴയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് മലയാളി ടച്ചും ഉണ്ട് കേട്ടോ. Parsis won't be having access to banana leaves and all. No, over there also it's available. Na? But mostly, this is a trademark of Kerala. Yes. Because for Ona Sadhya and all, we use it very frequently. Na? Yes. That's why. So what we'll do is... ഇതിനെ ഇനി ഇതിൽ പൊതിഞ്ഞെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ 2 മീനെയും പൊതിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. I was doubting if you are able to show how you prepared the fish pieces. It's so nicely shaped and you have made the hinges in between. ഈ ഫിഷ് എങ്ങനെയാണ് ഇതുപോലെ കട്ട് ചെയ്ത് നടുക്കൊരു വിജാഗിരി ഉള്ളതുപോലെ തുറക്കുന്ന രീതിയിൽ വെച്ചതും കൂടെ കാണിച്ചിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതിനുമുമ്പ് എല്ലാ കാര്യങ്ങളും റെഡി ആയിരുന്നു. Now what you are going to do? The steamer is ready. Okay. ഒരു സ്റ്റീമർ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. Okay. എനിക്ക് തോന്നുന്നു this is the first time we are using a steamer in this show. So we'll steam this fish. It will take around 15 to 20 minutes to cook. Bhaskar, one more doubt is there. If you are not having an electric steamer, which we can use this pressure cooker, normal idli steamers. Idli steamer. That also we can use. In that also the time will be 15 minutes, huh?
Time will be 15 minutes in that. Okay. If you are using an electric one, what happens is for this you have 2 or 3 holes where the steam goes out. Okay. Extra steam goes out. So for your normal idli cooker, there will be no this thing to pass out. Okay. So it will cook fast. The temperature is maintained So properly. only some 10 minutes will be needed for that. 10 or 12 minutes maximum. Okay. Even because the fish cooks in 12 to 15 minutes. ഓക്കെ അപ്പോൾ നമ്മളപ്പോൾ ഇഡലി കുട്ടുകമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 10-12 മിനിറ്റുള്ളിൽ കുക്ക് ചെയ്ത് വരും. ഇതാകുമ്പോൾ ഇടയിൽ കൂടെ ഈ ആവിക്ക് ഓടിപ്പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു 15-20 മിനിറ്റ് സമയം പറയുന്നത്. ഇപ്പോൾ 2 മീനിനെ അതിൻ്റെ അകത്ത് കിടത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ സ്റ്റീം ചെയ്തേക്കാണ്. ഒരു 20 മിനിറ്റ് സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ബ്രേക്കിലേക്ക് പോകാം. ഭാസ്കർ, please give a good break for our viewers. We'll be back after a short break or something like that in your language. We'll come back soon after a short break. Okay, good. ബ്രേക്കിന് ശേഷം വീണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമായ സ്വാദ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷിൻ്റെ പേര് പാത്രാണി മച്ചി എന്നാണ്. അതൊരു പാഴ്സി ഡിഷാണ്. പാഴ്സികളുടെ എന്താ പറയുന്നത് രുചിക്കൂട്ടുകളിൽ നിന്ന് നമ്മൾ അടിച്ചു മാറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് കീസിലെ ഹെഡ് ഷെഫായ ഭാസ്കറാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ബ്രേക്കിന് മുമ്പ് കണ്ടായിരുന്നു നമ്മൾ നമ്മുടെ മീനിനെ നന്നായിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് വെച്ചേക്കാണ്. അത് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത് സ്പിനാച്ച് ഉണ്ട്, ദിൽ ലീവ്സ് ഉണ്ട്, പിന്നെ ഉലുവേലയുണ്ട്. ഇതിനെ മൂന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. ഭാസ്കർ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. Okay. For just only green leafy vegetables will not give you a good flavor. Just sauteing those. Basically, you are an tropical person where you like little spiciness and salt. Okay. So what we'll do is we'll give you a little tadka for this with little onions, tomato. ഭാസ്കർ പറയുന്ന പോലെ ഒരു പ്രത്യേകതരം സ്മെല്ലൊന്നും എനിക്ക് കിട്ടുന്നില്ല. എന്തോ ഒരു ഫ്ലേവർ ഉണ്ടെന്ന് തോന്നുന്നു. വാട്ട് ഇസ് ദ ആക്ച്വൽ റോൾ ഓഫ് ദിസ് ഇൻ പത്രാണി മച്ചി? Like if you see Indian cookery, the British cookery, the fish is a very good combination with dill. With dill. Yeah. Okay. Dill leaves are very good So combination. Parsi dishes are influenced by the British or European style of cooking. The colonial attraction of those people infused these ingredients into them. Oh, Parsi is usually for the Anglo-Indian style of cooking. Yeah. Okay. So even you have a lamb dansak. Lamb dansak. Dansak. Yeah, it is a dish from again from Parsi, where the meat is cooked with your dal. Dal. Chana dal. Chana dal. Okay. Yeah, where it is again a fusion sort of thing. Okay, fine. So this dill goes very well with the fish. So what we have done is Patrani Machi is an individual one. Now how we are going to present is like it will become a whole meal. Example, this this won't be a side dish. This will become a whole meal. Okay. Like we'll put a bed of rice. We'll put the Patrani Machi on top of it. Okay. Then we'll toss these green leaves on top of this. On top of the fish, where these green leaves will become a side dish. Then your main course is the fish. Then along with that we can have rice. ഓക്കെ ഏട്ടാ, ഞാനിതപ്പോൾ തുടക്കത്തിൽ വിചാരിച്ചു ഇതൊരു സൈഡ് ഡിഷ്, നമുക്കിപ്പോൾ ഒരു മീൻ പൊള്ളിച്ചതുപോലെയാണ്. പക്ഷേ ഭാസ്കർ ഇതിന് വളരെ വ്യത്യസ്തമായ ഒരു രൂപം, ശരിക്കും ഒരു ഹെഡ് ഷെഫിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ ഒരു മെയിൻ കോഴ്സ് ആക്കി മാറ്റുന്നതിലുള്ള ഒരു ബിരുദാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ ഈ ദിൽ ലീവ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സ്റ്റൈൽ ഓഫ് കുക്കിംഗ്, അതായത് ബ്രിട്ടീഷുകാരൊക്കെ മീനിൻ്റെ കൂടെ സ്ഥിരം ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ശതക്കുപ്പ അല്ലെങ്കിൽ ദിൽ ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ മലയാളികൾക്ക് വേണമെങ്കിൽ ഈ സാധനം യൂസ് ചെയ്ത് തുടങ്ങാം. കാര്യം പച്ചപ്പുള്ള ഇലയില്ല, എന്തായാലും ഗുണം മാത്രമേ കാണൂ, ദോഷമൊന്നും കാണത്തില്ല. അപ്പം ഇനി ഇതിനെ നമ്മുടെ മെയിൻ കോഴ്സ് ആക്കാൻ പോകണം. കാര്യം ഏറ്റവും താഴെ ചോറ് കൊണ്ടൊരു ചെറിയ ബെഡ് ഉണ്ടാക്കും, അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ സ്റ്റീം ചെയ്ത ഫിഷ് വയ്ക്കും, അതിൻ്റെ പുറത്തായിരിക്കും ഈ വഴറ്റിയ ഇലകൾ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരു ഹോൾസം മീലായിരിക്കും, ഒരു ഫുൾ മീലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ ഭാസ്കർ, വി ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ എല്ലാത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ട്.
കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ വളരെ, അതായത് നമ്മുടെ ലീവ്സിന് ആ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഓയിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ അതിനൊരു ഓയിലി ഫീൽ ഒട്ടും കൊടുക്കരുതെന്നാണ് പറയുന്നത്. കാര്യം ബാക്കി ഒന്നിലും നമ്മൾ ഓയിൽ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തപ്പോൾ ആ മസാലയിൽ മാത്രം അല്പം ഓയിൽ, ആ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം അപ്പോൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം ഇപ്പം റൈസ് ആയാലും നമ്മുടെ ഫിഷ് ആയാലും എല്ലാം സ്റ്റീംഡ് ആണ്. അപ്പോൾ ഇത് സോട്ട് ചെയ്യാനായിട്ട് വളരെ, അതിൻ്റെ ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി മാത്രമേ ഓയിൽ എടുക്കാവുള്ളൂ. ജീരകം ഇട്ട് കൊടുത്തു, ഗാർലിക് ഇട്ട് കൊടുത്തു, നന്നായിട്ട് കൊത്തി കഴിഞ്ഞാൽ ഗാർലിക് ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, ഇപ്പം സവാളയും കേട്ടോ. We'll put the chopped green chili into that. ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുത്തു. അവസാനം പച്ചമുളക് ഇടുന്നതാണ് നല്ലത്. കാര്യം അതൊരു പകുതി വേവായാൽ മതി. അപ്പോൾ അത് കടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയൊരു എരിയൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് എരി കിട്ടത്തില്ല, അതിൻ്റെ കുറച്ച് എരിയൊക്കെ കിട്ടും കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി സവോള. അത്രയാകുമ്പോഴത്തേക്ക് ഉലുവേല ഇട്ട് കൊടുത്തു, ദിൽ ലീവ്സ്, അതെങ്കിൽ ശതക്കുപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ സ്പിനാച്ച്. ഇതെല്ലാം വളരെ ചെറുതായിട്ടൊന്നുമല്ല, നമുക്ക് തോന്നുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അതിനൊന്നും പ്രത്യേകം അളവ് പോലെയുള്ളതൊന്നും നിഷ്കർഷിക്കുന്നില്ല. ഒരു 2 മിനിറ്റോളം കൊടുത്താൽ മതി കേട്ടോ. അത്രയും നേരം നമ്മൾ അതിനെ വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരം അതിനെ കുക്ക് ചെയ്ത് അതിന്റെ ഗുണങ്ങളൊന്നും കളയണ്ട. ഇഫ് യു ആർ ഗോയിങ് ഫോർ too much time it will the texture of the leaf will get spoiled. Okay, and also the proteins and vagera everything will be lost na. So we'll put little salt. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തു, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, വളരെ ചെറുതായിട്ട് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞ തക്കാളി അല്പം ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്കിത് ഒരു പകുതി വേവിൽ അല്ലെങ്കിൽ ആ ഓർഡർ ചെയ്യുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒരു യഥാർത്ഥ ഫ്ലേവർ കിട്ടും. ഈ ഓർഡറിലൊക്കെ ചെയ്ത് അധികം കുക്കിങ്ങും അധികം ഓയിലൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് അതിൻ്റെ അതേ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും കേട്ടോ. So this one is done. Okay, finished. Yeah, we'll go for the presentation. Okay, അപ്പോൾ ഇനി നമ്മൾ പ്രസൻറ്റേഷൻ, അതായത് കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു, ഇനി അസംബ്ലിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പാത്രാണി മച്ചി എന്ന് പറയുന്ന പാഴ്സി ഡിഷിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. Bhaskar, you can start with the assembling. Yes. But for this we're using the normal chamba rice that is traditional in Kerala. So for this you can go for wild rice. Wild rice. What is wild rice? This wild rice is like it is similar to basmati. Basmati. But the rice looks in black color. Rice will be black in color. Yes, it is totally dark black, jet black. Parsis use that one, huh? Yeah, wild rice in some like in any special occasions or something. Okay. Something they'll use that. Now we can create a bed of chamba rice. അതിൻ്റെ ഒരു കിടക്കയാണ് ഒരുക്കി കൊടുക്കുന്നത്. ഇനി നമ്മുടെ മീൻകുട്ടനെ എടുക്കാൻ. ലെറ്റ് മീ ജസ്റ്റ് സ്മെൽ ഇറ്റ്. ഐ എം റിയലി ഫോണ്ട് ഓഫ് ദ ബനാന ലീവ് സ്മെൽ ആഫ്റ്റർ സ്റ്റീമിങ് ഇറ്റ്. So the fish is done. You can see it is done and cooked. Wow. കാണുമ്പോൾ തന്നെ കൊതി വരുന്നത് കേട്ടോ. ആ ചട്നിയോടൊപ്പം തന്നെ ആ ഫിഷിനെ അങ്ങ് എടുത്ത് വെക്കണം കേട്ടോ. അതൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞു പോകരുത്. This one, if you want, you can give it on side, or if you want more of chutney, you can place it on the side. Okay. Otherwise, you can put it on top of this. Okay. So what നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ. അത് നമുക്ക് കുറച്ചും കൂടെ ചട്നി അതിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് ബാക്കി നമുക്ക് വേറെ ഒരു പ്ലേറ്റിൽ, ബാക്കിയിരിക്കുന്ന വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ താഴെ ഒരു ചോറ് കൊണ്ടുള്ളൊരു കിടക്കയായി, അതിൻ്റെ മുകളിൽ ഇപ്പോൾ സ്റ്റീം ചെയ്ത മീനായിട്ടുണ്ട്. ഇനി അതിൻ്റെയും മുകളിൽ അടുത്ത ലെയർ, 3rd ലെയറാണ് കേട്ടോ. 3 in 1 ആണിത്. അത് ദിൽ ലീവ്സ് ഉണ്ട്, ഉലുവേലയുണ്ട്, സ്പിനാച്ച് ഉണ്ട്, പാലക്കുണ്ട്, ഉള്ളിയുണ്ട്, സവാളയുണ്ട്, തക്കാളിയുണ്ട്. എന്തൊക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ മതി. കിട്ടുന്ന സകലമാന സാധനങ്ങളും ഭാസ്കർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഷ് ഈസ് ഡൺ കേട്ടോ. തീർന്നു, കഥ തീർന്നിരിക്കുകയാണ്. പാത്രാണി മച്ചി എന്ന് പറയുന്ന പാഴ്സി വിഭവത്തിൻ്റെ
ഒരു 90% ഒറിജിനാലിറ്റി ഒഴിക്കും. കാര്യം റൈസും കൂടെ നമുക്ക് വൈൽഡ് റൈസ് കിട്ടിയിരുന്നെങ്കിൽ 100% ഒറിജിനാലിറ്റി കിട്ടിയേനെ. ഇവിടെ അതിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത കാരണം നമ്മൾ ചെമ്പാവരി വെച്ചാണ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 90% ഒറിജിനാലിറ്റിയുടെ കൂടെ പ്രസന്റ് ചെയ്തേക്കുകയാണ്. വളരെ, അതായത് നമ്മുടെ ഭാസ്കർ പറഞ്ഞ സാധാരണ നമ്മൾ കുക്കിങ്ങിൽ പ്രസന്റേഷനിലൊക്കെ കാണുന്നത് വളരെ അതായത് പ്രിസൈസ് ആയിട്ട് അതിൻ്റെ ഷേപ്പും അതിൽ ഒരുപാട് ചുറ്റും കളറുകളും ബഹളമൊക്കെ. പക്ഷേ ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഭാസ്കർ. അതായത് വളരെ റഫായിട്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ച പോലെ നമ്മൾ അതങ്ങ് ചെയ്യുക, അത് പ്രസന്റബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഐ വാസ് ജസ്റ്റ് ഡീറ്റെയിലിംഗ് ദ വ്യൂവേഴ്സ് ദാറ്റ് വാട്ട്സ് യുവർ ന്യൂ കൺസെപ്റ്റ് കോൾഡ് ഫ്രീ സ്റ്റൈൽ കുക്കിംഗ് ഇസ്. അത് ഭാസ്കറും അതുപോലെ കേട്ടോ, വളരെ ഫ്രീ സ്റ്റൈലാണ്. അതായത് സാധാരണ ഷെഫിന്റെ ഒരു ഗമയോ ഒരു പവറോ ഒന്നുമില്ല. ഹി ഈസ് വെരി സോഫ്റ്റ് ഹാർട്ടഡ്, വെരി കൂൾ പേഴ്സൺ. ഇറ്റ് വാസ് സോ നൈസ് ടു ബി വിത്ത് യു കേട്ടോ. അപ്പോൾ ഭാസ്കറിന്റെ പെർമിഷനോട് കൂടി ഐ എം ഗോയിങ് ടു ടേസ്റ്റ് ദിസ് ഡെലീഷ്യസ് പാത്രാണി മച്ചി. ഓക്കെ, ഇതപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് നോക്കുന്നത്. ആദ്യം എൻ്റെ മുകളിലിരിക്കുന്ന ടോപ്പിംഗ് എടുക്കാം കേട്ടോ. അതായത് ദിൽ ലീവ്സ് ഉണ്ട്, സ്പിനാച്ച് ഉണ്ട്, ഉലുവേലയുണ്ട്, തക്കാളി, സവോള, വെളുത്തുള്ളി, പിന്നെ കുറച്ച് എണ്ണയുണ്ട്. അതിൻ്റെ ഷൈനിങ്ങിന് വേണ്ടി കാണുന്നുണ്ട് ഈ ഷൈനിങ്, അതിനു വേണ്ടി. അത് തന്നെ കേട്ടോ, അതിൻ്റെ ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ മോശം ടേസ്റ്റൊക്കെ പോയി അതൊരു ഹാഫ് കുക്ക്ഡ് ആയിരുന്നല്ലേ. ഇറ്റ്സ് ഓൺലി ക്വാർട്ടർ കുക്ക്ഡ്, ദാറ്റ്സ് വെരി ഫൈൻ. അത് കഴിഞ്ഞു. ഇനി ഇതിലെ യഥാർത്ഥ താരമായ ചോറിൻ്റെയും നമ്മുടെ ലീവ്സിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഫിഷിലേക്ക് കിടക്കുകയാണ്. കോക്കനട്ട് ചട്നിയിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്ന കാര്യം അതിലുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനവധി സാധനമാണ്. നന്നായിട്ട് ചിരിക്കിയ തേങ്ങയുണ്ട്, ഉലുവേലയുണ്ട്, മല്ലിയുണ്ട്, വെളുത്തുള്ളി, മുളക് പൊടി, പച്ചമുളക് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അതിലോട്ട് ചാടിയിട്ടുണ്ട്. ഏതൊക്കെ ഉണ്ടെന്ന് പോലും ഞാൻ ഇപ്പം പറഞ്ഞു. വിനാഗിരി, സൂപ്പർ. ഇനി നമുക്ക് ഭാസ്കറിനെ നമുക്ക് ഇത്രയും നല്ലൊരു ഡിഷ് പ്രസന്റ് ചെയ്യുന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഭാസ്കർ, വെരി താങ്ക്സ് ഫോർ പ്രസന്റിംഗ് സച്ച് എ ഡെലീഷ്യസ് ആൻഡ് റയർ ഡിഷ് ഫോർ us. I think you have made some improvisations of your own for this one, na? Basically, the top one which we put with the dill leaves and thing, that is the only difference that we have made. അതാ നമ്മുടെ ഭാസ്കറിന്റെ വക ചെറിയ ഇംപ്രവൈസേഷൻസ് ഉണ്ട്. പിന്നെ വളരെ കൂളായിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്തത് കേട്ടോ. അതായത് ഇതിൽ ഒരുപാട് ബലമൊന്നും പിടിച്ചില്ല, ഇതിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒട്ടും ബലമൊന്നും പിടിച്ചിട്ടില്ല. എനിവേ, താങ്ക്സ് എ ലോട്ട് ഭാസ്കർ ഫോർ ബീയിങ് വിത്ത് മീ ആൻഡ് ബീയിങ് വിത്ത് അവർ വ്യൂവേഴ്സ് ആൻഡ് ഡീറ്റെയിലിംഗ് all those things and reasonifying all your steps in cooking. Okay, thank you very much. Yeah, something to convey to our viewers? Nothing much. Your viewers know very well. They are very much knowledgeable now. So eat a healthy food. Stay healthy. Okay. അപ്പോൾ നമ്മളെല്ലാവരും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ഇരിക്കാനാണ് ഭാസ്കർ വിഷ് ചെയ്യുന്നത്. തിരിച്ചും ഐ എം വിഷിംഗ് ദ സെയിം ടു യു ഓൾസോ ഫ്രം മീ ആൻഡ് മൈ വ്യൂവേഴ്സ് പാർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ ഒരു അഡ്രസ് തരാം. ഇറ്റ്സ് to the producer Swad, Jaihind TV, Carmel Arcade, East Road, Trivandrum, and our email address is swad@jahindtv.in. So Bhaskar, it's time to say goodbye to your viewers. Yeah. Have a nice day. Thank you. Bye bye and take care.